രണ്ട് സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക്. ജമ്മു കാശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജമ്മു കാശ്മീരിൽ 3 ഘട്ടമായും ഹരിയാനയിൽ ഒറ്റഘട്ടമായും വോട്ടെടുപ്പ്. ജമ്മുവിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 10 വർഷത്തിനു ശേഷം. വയനാട് അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ തിളങ്ങി മലയാളം. ആട്ടം മികച്ച ചിത്രം, മികച്ച തിരക്കഥ, ചിത്ര സംയോജന പുരസ്കാരങ്ങളും ആട്ടത്തിന്. മാളികപ്പുറത്തിലെ പ്രകടനത്തിലൂടെ ശ്രീപദ് മികച്ച ബാലതാരം. സൗദി വെള്ളക്ക മികച്ച മലയാള സിനിമ. കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടി മികച്ച നടൻ. മികച്ച നടി നിത്യ മേനോൻ. മികച്ച നടി രണ്ടാളുകളാണ്. ഒന്ന് ഉർവശി, 2 ബീന ആർ ചന്ദ്രൻ. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ആടുജീവിതം. മികച്ച നടനും സംവിധായകനുമടക്കം 9 പുരസ്കാരങ്ങൾ. മികച്ച നടൻ പൃഥ്വിരാജ്. ആടുജീവിതത്തിലൂടെ ബ്ലെസി മികച്ച സംവിധായകൻ. അലംബിത തിരക്കഥ, ഛായാഗ്രഹണം അടക്കമുള്ള പുരസ്കാരങ്ങളും സ്വന്തമാക്കി. മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ട് ഉർവശിയും ബീന ആർ ചന്ദ്രനും. കാതൽ ദി കോർ മികച്ച ചിത്രം. ഇരട്ട മികച്ച രണ്ടാമത്തെ ചിത്രം. വിജയരാഘവൻ മികച്ച സ്വഭാവ നടൻ. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരണത്തിൽ സൈബർ പോരാളികളെ തള്ളി CPIM. വിവാദം UDF പ്രചാരവേലയുടെ ഫലമെന്ന് MV ഗോവിന്ദൻ. KK ശൈലജ ലതികയെ തള്ളിപ്പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയില്ലെന്ന് EP ജയരാജൻ. ക്രിമിനലുകൾക്ക് കുട പിടിക്കുന്നത് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ്. കൊൽക്കത്ത യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് കോടതി. ഡോക്ടർമാർക്ക് ഭയമില്ലാതെ എങ്ങനെ ജോലിയെടുക്കാനാകുമെന്നും ചോദ്യം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ രാജ്യവ്യാപക പ്രതിഷേധം നാളെ. കർണാടകയിലെ ശിരൂരിൽ അർജുനായുള്ള ദൗത്യം പ്രതിസന്ധിയിൽ. ഡ്രഡ്ജർ എത്തിക്കാൻ ഇനിയും സമയമെടുക്കുമെന്ന് കാർവാർ MLA. ദൗത്യം നിർത്തിയില്ലെന്ന് സതീഷ് കൃഷ്ണ.